നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. കെ മുരളീധരൻ എന്ന കോൺഗ്രസിലെ മുന്തിയ നേതാവിൻ്റെ മനസ്സിൽ ഒരു MP സ്ഥാനത്ത് വരാനുള്ള താല്പര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതിലും മേലെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ. സംസ്ഥാനത്ത് മന്ത്രിസ്ഥാനത്തിനപ്പുറം എന്തെങ്കിലും സ്ഥാനമാനമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനമോ ആണ് കാംക്ഷിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. മുമ്പ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോഴായിരുന്നു കെ മുരളീധരൻ MLA ആകാതിരുന്നിട്ട് കൂടി മന്ത്രിയാകാൻ വേണ്ടി KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. എന്നാൽ വടക്കാഞ്ചേരിയിൽ നിന്ന് വിജയിക്കാൻ കഴിയാത്തതുകൊണ്ട് 6 മാസം മന്ത്രിസ്ഥാനത്തിരുന്ന ശേഷം മുരളീധരൻ രാജിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം AI ഗ്രൂപ്പ് പോലും ഇവിടെ വലിയ തോതിൽ ശക്തമായിരുന്ന സമയത്ത് I ഗ്രൂപ്പിലെ MLA-മാരെ മാക്സിമം മുരളീധരൻ്റെ പക്ഷത്ത് ചേർത്ത് നിർത്തി ഇടതുമുന്നണിയുടെ സപ്പോർട്ടോടുകൂടി ആന്റണി സർക്കാരിനെ തള്ളിയിട്ട് മുഖ്യമന്ത്രിയാകാനും ശ്രമിക്കുന്നത് നമ്മൾ മുമ്പും കണ്ടതാണ്. ആ കാര്യത്തിലും തോൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് കോൺഗ്രസിനെ 2 കഷ്ണങ്ങളാക്കി DIC രൂപീകരിച്ച് അതിൻ്റെ പ്രസിഡന്റ് ആരെങ്കിലും ഇടതുമുന്നണി പിന്തുണയ്ക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് DICയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരുമിച്ചാവുന്നതും നമ്മൾ കണ്ടതാണല്ലോ. ഇടതുമുന്നണി പിന്തുണച്ചില്ലെങ്കിൽ ആർക്കും വേണ്ടാതെ തേരാപാര നടക്കുന്ന അവസ്ഥയാണിത്. DICയെ പിന്നീട് UDF നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ UDFനൊപ്പം ചേർക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റോളം മുരളീധരൻ പ്രസിഡന്റായ DICക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്വന്തം സീറ്റായ കൊടുവള്ളി മുരളീധരന് മത്സരിക്കാൻ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. അവിടെയും തികഞ്ഞ തോൽവിയാണ് കെ മുരളീധരനെ സ്വാഗതം ചെയ്തത്. അതിനെ തുടർന്ന് ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ ഇടത് ഘടകകക്ഷിയായിരുന്ന NCPയിൽ മുരളീധരൻ്റെ പാർട്ടി ചേരുകയായിരുന്നു. ശേഷം കെ മുരളീധരൻ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലം NCPയെ തന്നെ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കുന്നതായിരുന്നു പിന്നീടുണ്ടായത്. കെ മുരളീധരൻ NCPയുടെ പേരും പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും കോൺഗ്രസിലെ MI ഷാനവാസിനോട് തോൽവി നല്ല കടുപ്പത്തിൽ തന്നെ അറിഞ്ഞു. അങ്ങനെ മുരളീധരനെ ലീഡർ കെ കരുണാകരൻ മരിച്ച ശേഷം കോൺഗ്രസ് നേതാക്കൾ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിൽ വീണ്ടും കൊണ്ടുവരികയും ചെയ്തു. മുരളീധരനെ UDF ഭൂരിപക്ഷ മണ്ഡലമായ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് കൊടുക്കുകയും ചെയ്തു. ആദ്യ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച കെ മുരളീധരന് അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് ഭൂരിപക്ഷം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഈ കാലയളവിൽ വട്ടിയൂർക്കാവിൽ BJP 2ാം സ്ഥാനത്ത് വന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കെ മുരളീധരൻ വടകരയിൽ നിന്ന് ജയിച്ച MP ആയി പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ഇടതുപക്ഷമായിരുന്നു സ്ഥാനം ഉറപ്പിച്ചിരുന്നത്. തുടക്കത്തിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ എത്തുമ്പോൾ ലീഡർ കെ കരുണാകരൻ്റെ മകൻ എന്നുള്ള നിലയിൽ കോൺഗ്രസിന് സുരക്ഷിതമായ വട്ടിയൂർക്കാവ് നൽകുകയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കാതെ മാറി നിന്നപ്പോൾ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി ചെന്ന മുരളീധരൻ പോലും ഒരിക്കലും താൻ വടകരയിൽ നിന്ന് ജയിക്കുമെന്ന് നമ്പിയിട്ടുണ്ടാവില്ല. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ചതും കേരളത്തിലുള്ളവർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയുണ്ടായതും കെ മുരളീധരനെയും വടകരയിൽ നിന്ന് വിജയിപ്പിക്കാനായിരുന്നു. അങ്ങനെ മുരളീധരന് എവിടെയും മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധ പോരാളിയുടെ വലിയ ഇമേജ് തന്നെ ഉണ്ടായി വന്നു. പക്ഷേ മുരളീധരന് ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാനായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യഥാർത്ഥ വസ്തുത. അതായത് കേരളത്തിൽ BJP 3ാമതും അധികാരം കയ്യേറുമെന്ന ധാരണയുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. വടകരയിൽ നിന്ന് ജയിച്ച് MP ആയ ശേഷം കെ മുരളീധരൻ പലപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ഞാനിനി ലോക്സഭയിലേക്കൊന്നും മത്സരിക്കാനില്ലെന്ന്. എന്നാൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴത്തെ എല്ലാ MP-മാരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയതിനാൽ കെ മുരളീധരനും മത്സരിക്കേണ്ടി വന്നതായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് സഹോദരി പത്മജ BJPയിലേക്ക് ചാടിപ്പോയത്. അതിൻ്റെ കൂടെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഓളവും ഉണ്ടായിരുന്നു. ഇതിനെന്തെങ്കിലും ഒരു പോംവഴിയായിട്ടായിരുന്നു വടകര കളഞ്ഞിട്ട് കെ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. താൻ ജയിക്കേണ്ട ഇടതുപക്ഷം ജയിക്കണം, ഒരിക്കലും BJP അക്കൗണ്ട് തുറക്കാൻ പാടില്ല, ഇതായിരുന്നു കെ മുരളീധരൻ്റെ ആലോചന. താൻ പരാജയപ്പെട്ടാലും BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാൽ താൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തനാവുമെന്ന് മുരളീധരൻ കരുതി. ആ ചിന്തയിലൂടെയാണ് കൂടെ നിന്നവർ തൃശ്ശൂരിൽ പണി വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ സഹതാപത്തെ മെരുക്കി സ്വന്തം സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന പ്രയത്നത്തിലാണ് കെ മുരളീധരൻ ഇപ്പോഴുള്ളത്. അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് കെ മുരളീധരന് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.
ഈ അമിത ആത്മവിശ്വാസം മുരളീധരൻ്റെ മാത്രമാണെന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഇതിൻ്റെ ഇടയിൽ ആരും നിൽക്കുമെന്നും തോന്നുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്യുമെന്ന് കെ മുരളീധരനെ പോലുള്ളവർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ വെറും ഒരു മന്ത്രിയായി തൻ്റെ ജൂനിയറായ ആളുകളുടെ മന്ത്രിസഭയിൽ കെ മുരളീധരൻ ഇരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. തൃശൂർ തോൽവിയെ തുടർന്ന് പൊതുപ്രവർത്തനത്തിൽ നിന്ന് മൊത്തത്തിൽ വിട്ടുനിൽക്കുകയാണെന്ന് പറഞ്ഞ കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നത് വട്ടിയൂർക്കാവിൽ തൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ തേഞ്ഞ് ദുർബലമായി പോയ പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത്. വേണ്ടി വന്നാൽ KPCC പ്രസിഡന്റ് പദവി കിട്ടിയാലും ഏറ്റെടുക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. അപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിലപേശാമല്ലോ. ഇതൊന്നുമല്ലാതെ VD സതീശനെയോ KCയെയോ ഒന്നും കെ മുരളീധരൻ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കെ മുരളീധരൻ്റെ ഇനിയുള്ള ചലനങ്ങൾ കാത്തിരുന്ന് തന്നെ കാണണം.